നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പേ വിഷബാധയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സീനിയ ടി നുജുമാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് റാബിസ് ആൻഡ് വൺ ഹെൽത്തിൽ ICMR ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട് ഡോക്ടർ. ലോകാരോഗ്യ സംഘടനയുടെ റാബിസ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ പ്രേ വിഷബാധയെക്കുറിച്ച് പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേ വിഷബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ പേ വിഷബാധ നമ്മൾക്ക് എങ്ങനെ ഏൽക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പട്ടി, പൂച്ച ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ കടിയേറ്റിട്ടാണ് പേ വിഷബാധ അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകുന്നത്. അപ്പം ഈ പേ വിഷബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും ഇപ്പോൾ ഒരു 1000 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 15 പേർക്കെങ്കിലും മൃഗങ്ങളുടെ കടിയേറ്റ് പല ആശുപത്രികളിലായിട്ട് ഈ പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഈ അടുത്തുണ്ടായ 2-3 കേസുകൾ ഇപ്പം വാക്സിൻ എടുത്തിട്ട് വന്നതാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇപ്പം ഈ പറഞ്ഞ ഇത്രയും പേര് ആശുപത്രിയിൽ പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ ചികിത്സയ്ക്ക് വരുന്ന പലരിലും അവരുടെ ഇടയിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുവെയുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് വാക്സിൻ എടുത്താലും അസുഖം വരുമോ എന്നുള്ളതാണ്. ഇത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർഷാവർഷം ഒരു 6 ലക്ഷത്തിൽ പരം ആൾക്കാർക്കാണ് പേ വിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ ചികിത്സ നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളുടെയൊക്കെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 20 അങ്ങനെയൊക്കെയാണ് കണക്ക് വരുന്നത്. ഇപ്പോൾ 2021 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 11 പിന്നെ 27, 25, 26 ഇങ്ങനെയൊക്കെ കണക്ക്. ഇത് ഈ വർഷം ഏകദേശം ഇപ്പം നമുക്ക് 13ഓളം കേസുകളായി. അപ്പം ഇതിൽ 80% വാക്സിൻ എടുക്കാത്തവർക്കാണ് വന്നേക്കുന്നത്. അപ്പം വാക്സിൻ എടുക്കാത്തവരുടെ എത്ര പേരുണ്ട് എന്നുള്ള കൃത്യം കണക്ക് നമ്മുടെ ഇല്ല. പക്ഷേ എത്രയോ പേരെ നമ്മൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊരു 6 ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് ഇപ്പം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയോ പേരെ പേ വിഷബാധ വരാതെ ഇരിക്കാൻ നമുക്ക് ഈ ഒരു കുത്തിവെപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കുത്തിവെപ്പ് കൂടെ ഇതിൻ്റെ പരിശോധന നടത്തുന്നതാണ്. ഒരു വാക്സിൻ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണനിലവാരം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അത് വരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റേബീസിൻ്റെ കേസിൽ നമുക്കൊരു 0.5 IU/ml ആണ് നമുക്കൊരു പൊട്ടൻസി, നല്ല പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു 5 മടങ്ങ് 2.5 IU/ml ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വാക്സിൻ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പം കൃത്യമായിട്ടൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് വാക്സിൻ വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് 2022 വന്ന ഒരു ഇതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ ഒരു ആശങ്ക വന്ന സന്ദർഭത്തിൽ സർക്കാർ മുൻകൈ എടുത്തിട്ട് ഈ വാക്സിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇതിൻ്റെ ഗുണനിലവാരവും ഇതിൻ്റെ ഒരു ഫലപ്രാപ്തിയും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. കൂടാതെ പലരും ചെയ്ത പഠനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. കേരളത്തിൽ തന്നെ ചെയ്ത പഠനത്തിലും ഈ അടുത്ത് നമ്മുടെ അറിയുന്നൊരു ഡോക്ടർ തന്നെ ചെയ്ത പഠനത്തിലും ഇത് വളരെ ഫലപ്രാപ്തിയുള്ള വാക്സിനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മൃഗങ്ങൾ, അതായത് പട്ടി, പൂച്ച മുതലായവ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഏത് മൃഗത്തിൻ്റെ കടിയേറ്റാലും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഇതിന് പേ വിഷബാധയ്ക്കെതിരെയുള്ള ചികിത്സ വേണോ എന്ന് ഉള്ളൊരു ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റ് നേരം, കൃത്യമായിട്ട് 15 മിനിറ്റ് നേരം തന്നെ നല്ല സോപ്പിട്ട് കഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് അതിനൊരു ആവരണമുണ്ട്, ഇത് ലൈപ്പിഡ്, ഇത് കൊഴുപ്പിൻ്റെ ആവരണമാണ്. ഇപ്പം നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴിയുമ്പം നമുക്കൊരു മയം
വരേണ്ട ഒരു പാത്രത്തിൽ നമുക്ക് സോപ്പിട്ട് കഴുകുമ്പോൾ എണ്ണമയം മൊത്തം പോകുമല്ലോ. അതേപോലെ ഈ വൈറസിനെ നമുക്ക് ഈ സോപ്പിട്ട് കഴുകുന്ന സമയത്ത് ഈ വൈറസ് 80% വൈറസും നശിച്ചു പോകും. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഥമ ശുശ്രൂഷയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു കടിയേറ്റാലോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ഒരു മാന്തലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മുറിവിൽ ഉമിനീര് പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ ഉമിനീര് തെറിക്കുകയോ ഒക്കെ ചെയ്യാൻ ഇടയുണ്ടായാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഈ പ്രഥമ ശുശ്രൂഷയാണ്. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ, അതും എനിക്ക് തോന്നുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സർക്കാർ ആശുപത്രിയിൽ പലതും നമ്മുടെ CHC തുടങ്ങി ഫാമിലി ഹെൽത്ത് സെൻറ്റർ പലതിലും ഈ ഒരു വാക്സിൻ ലഭ്യമായിട്ടുണ്ട്. അത് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പോയി ഇതിനുള്ള വാക്സിൻ എടുക്കേണ്ടതാണ്. ഇതാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പം വിരലിലെണ്ണാവുന്നല്ല, വളരെ നമ്പർ കുറച്ച് റേബീസ് കേസ് വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴും ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ പട്ടിയോ പൂച്ചയോ ഒന്നും അല്ല നമ്മുടെ ശത്രു, അല്ലെങ്കിൽ നമ്മൾ പൊരുതേണ്ടതെന്ന് പറയുന്നത് ഈ വൈറസിനെതിരെയാണ്. അപ്പോൾ ഈ വൈറസ് ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഒറ്റ കേസ് പോലും നമുക്ക് വരാൻ പാടില്ല, ഇതൊരു പ്രിവെൻറ്റബിൾ അസുഖമാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എത്രയോ പേർക്ക് നമ്മൾ വാക്സിൻ കൊടുത്തു ആൾക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴും ഇതുപോലെയുള്ള നമുക്ക് വളരെ നിർഭാഗ്യപരമായിട്ടുള്ള പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ കേസുകൾ വരുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. അപ്പോൾ അതുപോലും വരണ്ട എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു സ്ഥിതിവിശേഷത്തിൽ നമുക്ക് എത്താൻ കഴിയും. പല രാജ്യങ്ങളും ഇത് ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ വൈറസിനെ ഇല്ലാതാക്കും. അപ്പോൾ 99% കേസുകളും അന്ന് വരുന്നത് പട്ടികളിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പട്ടികളിൽ നമുക്ക് കുത്തിവെപ്പ് കൊടുക്കുക എന്നുള്ളത്. അവരൊരു 20% പട്ടികൾക്ക് നമുക്ക് കുത്തിവെപ്പ് കൊടുക്കാനായാൽ അത് നമുക്ക് കുറച്ച് വർഷങ്ങൾ അങ്ങനെ കൊടുത്ത് നിലനിർത്താനായാൽ ഒരുപക്ഷെ നമുക്ക് ഈ വൈറസിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനുവേണ്ടിയും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് എടുത്തു പറയാനുണ്ട്. ഡോക്ടർ, ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കിടയിൽ നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളുടെ പശ്ചാത്തലം അടക്കം സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. എങ്ങനെയാണ് ഈ വാക്സിനേഷൻ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വാക്സിനേഷൻ ആർക്കൊക്കെ നൽകാം, അതുമായി ബന്ധപ്പെട്ട പൊതുവായി നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഈ വാക്സിൻ്റെ ഒരു സംശയത്തെക്കുറിച്ച് ഞാൻ ഏകദേശം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടയിൽ അത്തരത്തിലൊരു ഭീതിയുടെ യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് എൻ്റെ നമ്പർ വേണമെങ്കിലും തരാം. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും പല ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ള എല്ലാ ഡോക്ടർമാർക്ക് ഇതേപ്പറ്റിയുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഡോക്ടറിനെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഈ ഒരു പരിപാടിയിലൂടെയും വിളിക്കാം. നമുക്ക് ഈ വാക്സിനെ വർഷങ്ങളായിട്ട് നമ്മൾ ഈ വാക്സിൻ കൊടുത്തു വരുന്നതാണ്. എത്രയോ അധികം കേസുകൾ, ഞാൻ പറഞ്ഞില്ല 6 ലക്ഷത്തിൽ പരം ആൾക്കാർക്ക് നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ പേർക്ക് നമുക്ക് റേബീസ് വരാതെ തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വരുന്ന 1-2 കേസുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു വാക്സിൻ ഫെയിലിയറായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വാക്സിൻ ഫലപ്രാപ്തി ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 3 കേസിലായാലും വന്നേക്കുന്ന മുറിവുകൾ ഒന്നുകിൽ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ എണ്ണത്തിലധികം, പിന്നെ നമ്മളുടെ ചില ഭാഗങ്ങൾ, അതായത് നമ്മുടെ നാഡി കോശങ്ങൾ കൂടുതലുള്ള ചില ഭാഗങ്ങൾ, ഉദാഹരണത്തിന് തലച്ചോറ്, പിന്നെ ഈ ചിലപ്പോൾ ഇപ്പം അടുത്ത കേസിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ എൽബോൻ്റെ അവിടെയാണ്. അവിടെ വളരെ ആഴത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ വളരെ ആഴത്തിൽ ഈ ചതയൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു മുറിവായിരുന്നു.
അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ചിലപ്പോൾ നേരിട്ട് ഈ വൈറസ് നമ്മുടെ നാഡി കോശങ്ങളിലേക്ക് കടന്നു കൂടും. അപ്പം നമ്മുടെ വാക്സിന് എത്തി അതിനൊരു ഫലപ്രാപ്തിയിൽ എത്താനുള്ള ഒരു സമയം ചിലപ്പോൾ ഈ വൈറസ് നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഈ വിരളമായി വരുന്ന ചില കേസുകൾ വാക്സിൻ. അതർവൈസ് ഈ വാക്സിൻ ഏതാണ്ട് 100% തന്നെ ഫലപ്രാപ്തിയുള്ള വാക്സിനാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വാക്സിൻ കിട്ടാത്ത ഒരു സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമുക്കിപ്പോൾ വരുന്നില്ല. നമുക്കിപ്പം ഇൻട്രാഡെർമൽ റേബീസ് വാക്സിൻ ആയതോടുകൂടി നമുക്ക് എല്ലാ സമയത്തും നമുക്ക് വാക്സിൻ അവൈലബിൾ. അപ്പം നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു വാക്സിൻ എടുക്കുന്നതിനെ പറ്റിയൊരു സംശയം വേണ്ട. എങ്ങനെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പോഷർ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ ഇപ്പോൾ വാക്സിൻ എടുക്കുക തന്നെ വേണം. ആരാണ് വാക്സിൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകമായിട്ട് ഈ മൃഗങ്ങളുടെ കൃത്യം പേരുകൾ ഇപ്പോൾ പട്ടി പൂച്ച പൊതുവെ പറയുന്നെങ്കിലും അതല്ലാതെ ഇപ്പം നമ്മുടെ കീരി കടി അല്ലെങ്കിൽ നമ്മളിപ്പം എന്താണ് കുരങ്ങ് കടി ഇങ്ങനെ പലതരം വൈൽഡ് ആനിമൽ ബൈറ്റ്സിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് പ്രത്യേകം എടുത്ത് പറയാത്തത് നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കണ്ടൊന്ന് വിലയിരുത്തട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. ഈ മൃഗങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെ കടിക്കുകയോ മാന്തുകയോ മുറിവുകളിൽ എവിടെയെങ്കിലും നക്കുകയോ അല്ലെങ്കിൽ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിലോ എവിടെയെങ്കിലും തെറിച്ചാൽ അപ്പം തന്നെ ആശുപത്രിയിൽ പോവുക. പിന്നെ ഉള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ കാര്യത്തിലാണ്. നമുക്കൊരു റേബീസ് വരുന്നതിൻ്റെ ഒരു നല്ലൊരു ശതമാനവും കുട്ടികളിലാണ്. ഒരു 40% കൂടുതൽ റേബീസ് കേസും വരുന്നത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. അതിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒന്നുകിൽ അത് കൃത്യമായിട്ട് പറയില്ല, അല്ലെങ്കിൽ അവരെ കടിച്ച് എന്ന് വെച്ചാൽ പട്ടികളുമായിട്ട് ഇടപഴകുന്ന കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിരിക്കും. മാത്രമല്ല അവർ ചെറുതായതുകൊണ്ട് അവരുടെ തലഭാഗങ്ങൾ, അതായത് കഴുത്തിന് മേപ്പോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അവർക്ക് കടികിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും ടീച്ചർമാരായാലും പിന്നെ വീട്ടിൽ മാതാപിതാക്കളായാലും കുട്ടികളോട് തന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വരിക, കുത്തിവെപ്പെടുക്കുക. പിന്നെ എത്തരത്തിലുള്ള കുത്തിവെപ്പാണ് എടുക്കേണ്ടതെന്നുള്ളത് ഒരു ആശുപത്രിയിൽ വന്ന ശേഷം നമ്മൾ ഈ മുറിവുകളെ തരംതിരിക്കും. കാറ്റഗറി 1, 2, 3 എന്നാണ് പറയുന്നത്. അതിൽ കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്കൊരു മുനീര് ചുമ്മാ നമ്മുടെ പട്ടിയോ പൂച്ചയൊക്കെ നമ്മൾ നക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതിൽ നമുക്കൊരു പ്രത്യേകമായിട്ട് കുത്തിവയ്പ്പ് വേണ്ടായിരിക്കും, വെറുതെ കഴുകിയാൽ മതി. പക്ഷേ കാറ്റഗറി 2ഉം 3ഉം ആയിട്ടുള്ള മുറിവുകൾ, അതായത് 2 എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ പോറല്ല, പക്ഷേ രക്തം ഒലിച്ചിട്ടില്ല, അത്തരം മുറിവുകൾക്ക് നമ്മൾ വാക്സിൻ മാത്രം നൽകും. പിന്നെ കാറ്റഗറി 3 എന്ന് പറയുന്ന മുറിവുകളാണ് ഗുരുതരമായ മുറിവുകളായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ രക്തം ഒലിച്ചിട്ടുണ്ടാകും, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നമ്മുടെ മ്യൂക്കസ് മെമ്പറിൻ കണ്ണ് ഇങ്ങനെയൊക്കെ ഉള്ളത് നേരിട്ട് ഈ ഉമിനീർ തെറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വന്യമൃഗങ്ങളുടെ കടിയേറ്റ് വരുന്ന സന്ദർഭം ഉണ്ടാവും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വാക്സിൻ കൂടാതെ നമ്മൾ ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന മരുന്ന് കൂടി ഈ മുറിവിന് ചുറ്റും കുത്തിവെക്കും. കാര്യം എന്ന് വെച്ചാൽ അത്തരം മുറിവുകളിൽ പെട്ടെന്ന് വൈറസ് കയറും എന്നുള്ളതുകൊണ്ട് ഈ വാക്സിൻ്റെ ആൻറ്റിബോഡി വരുന്നത് വരെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഇമ്യൂണോഗ്ലോബുലിൻ ഈ മുറിവിന് ചുറ്റുമായിട്ട് നൽകുന്നത്. അപ്പം പിന്നെ മുറിവ് കഴുകൽ, പിന്നെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകൽ, ആശുപത്രിയിൽ പോവുക, ആശുപത്രി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ വാക്സിൻ വേണ്ടുന്നതാണെങ്കിൽ അതിനിപ്പം നമ്മൾ വാക്സിൻ്റെ ഡോസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇൻട്രാഡെർമൽ റേബീസ് വാക്സിനാണ്. എന്ന് പറഞ്ഞാൽ തൊലിക്കടിയിൽ ഇത് ചെറുതായിട്ട് കൊടുക്കുന്ന ഒരു കുത്തിവയ്പ്പ് 2 കൈയിലായിട്ടാണ് എടുക്കുന്നത്, 0.1 ml വീതം. അങ്ങനെ 4 ദിവസങ്ങളിൽ, ഇന്ന് കടി എനിക്ക് ഏറ്റാൽ അതിനെ 0 ദിവസം എന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ദിവസം, പിന്നെ 7ാമത്തെ ദിവസം, പിന്നെ 28ാമത്തെ ദിവസം, അങ്ങനെ 0, 3, 7, 28 ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ട് 2 കൈയിലായിട്ടുള്ള കുത്തിവെപ്പാണ് എടുക്കുന്നത്. കൂടാതെ ഗുരുതരമായിട്ടുള്ള മുറിവുകളാണെങ്കിൽ നമ്മൾ ഈ മുറിവിന് ചുറ്റും ഇമ്യൂണോഗ്ലോബുലിൻ, അത് ഒരു വ്യക്തിയുടെ ഭാരമനുസരിച്ചാണ് നിർണ്ണയിക്കുന്നത് എത്രത്തോളം വേണം എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ മുറിവിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകളും ഒക്കെ ചെയ്യും. അപ്പം ഇതിനോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പം നമ്മളെ കടിച്ച ഒരു മൃഗം, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായൊക്കെയാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ ആ പട്ടിയെ കൂടി നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പട്ടി കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനിയിപ്പോൾ ആ പട്ടി
അതുവരെ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലാത്ത പട്ടിയാണ്, 10 ദിവസം പട്ടിക്ക് കുഴപ്പമില്ല. അതിനുശേഷം ഒരു മൃഗ ഡോക്ടർ എന്തായാലും കാണിക്കുക. വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു അവസരത്തിലെങ്കിലും നമ്മൾ ഈ പട്ടിയുടെ കുത്തിവയ്പ്പ് എടുക്കാൻ ശ്രമിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഈ രോഗം ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാസ് ഡോഗ് വാക്സിനേഷനാണ്. അപ്പോൾ കേരളത്തിലെ പട്ടികളുടെ കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലും കണക്കനുസരിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ കൂടുതലുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ നമുക്കൊരു റെസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ നായ്ക്കളെ വളർത്താനായാൽ, അവർക്ക് കൃത്യമായിട്ട് കുത്തിവയ്പ്പ് നൽകാനായാൽ തന്നെ നല്ലൊരു ശതമാനം വാക്സിനേഷൻ കവറേജ് കിട്ടും. മറ്റ് തെരുവ് നായ്ക്കളുടെ കാര്യം നമുക്ക് പിന്നീട് ഒരു എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. പക്ഷെ എന്നാലും മനുഷ്യനെ പോലെ തന്നെ ഈ മൃഗങ്ങളുടെ കുത്തിവയ്പ്പും കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ വൈറസ് നമ്മളുടെ ഇടയിൽ നിന്ന് പോവുകയുള്ളൂ. ശരി ഡോക്ടർ, ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നകുലനാണ്. നകുലൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം. എന്റെ കൊച്ചുമോളെ പട്ടി അടിച്ചത്. കൊച്ചുമോള? അത് പട്ടി കടിച്ചിട്ട് ഇപ്പൊ 10 ദിവസം കഴിഞ്ഞ് 2 കുത്തിവെപ്പ് എടുത്ത്. ഇനിയിപ്പോ പട്ടി നമ്മൾ അയലത്തുള്ള പട്ടിയാ. ഇനിയിപ്പം നാളെ പോണം കുത്തിവയ്പ്പിന്, 3ാമത്തേന്. ഇപ്പം ആദ്യത്തെ സോപ്പൊക്കെ ഇട്ട് കഴിയാ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി, ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി കൊല്ലത്ത്. ഇനിയിപ്പം വേറെ മറ്റേ പ്രതിവിധി വല്ലതും ചെയ്യണോ? എവിടെയാ കടിച്ചത്? കാലിന്റെ തൊടഭാഗത്താണ് അല്ലേ? ആഴത്തിലുള്ള മുറിവാണോ? അല്ല, ആഴത്തിലുള്ള മുറിവില്ല. ചോര ഒലിച്ചോ? ചോര ഒലിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വാക്സിൻ മാത്രമേ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? മുറിവിന് ചുറ്റും മരുന്ന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് അയലത്തൊരു വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് അല്ലേ? എന്നാലും ആ പട്ടിയെയും നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇപ്പൊ ഇതുവരെ പട്ടി ഇപ്പൊ എത്ര ദിവസം? ഇപ്പൊ നമുക്ക് നാളെയാണ് 7ാമത്തെ ദിവസം, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ 7 ദിവസമായി അല്ലേ? ഓക്കെ. അപ്പം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, മോളുടെ പേരെന്താണ്? അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം അമ്മുവിന് കിട്ടേണ്ട ചികിത്സ കൃത്യമായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ആശുപത്രിയിൽ അന്ന് തന്നെ പോയോ? അന്ന് തന്നെ പോയി. അപ്പം കുത്തിവയ്പ്പ് തുടങ്ങി. ആ കുത്തിവയ്പ്പ് ഇപ്പം 3ാമത്തെ ഡോസ് എടുക്കാൻ പോകുന്നു. 4 ഡോസും കൃത്യമായിട്ട് അമ്മു എടുത്ത് തീർക്കണം. അപ്പം നമ്മൾക്കിപ്പം അതിനോടൊപ്പം തന്നെ അയലത്തെ വീട്ടിലെ പട്ടിക്ക് ഇപ്പം ഇതുവരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഉറപ്പാണ് പട്ടിക്ക് പേയൊന്നുമില്ല എന്ന്. കാര്യം സാധാരണഗതിയിൽ നമ്മളെ കടിക്കുന്ന സമയത്ത് പട്ടിയുടെ ഉമിനീരിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേബീസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം അത്തരത്തിൽ വൈറസ് നമ്മൾ ആ പട്ടിയുടെ ഉമിനീരിൽ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഒരു 5 ദിവസത്തിനകം ഇതിന് എന്തെങ്കിലും ഒരു രോഗലക്ഷണം ഉണ്ടായേനെ. അപ്പോൾ ഈ പട്ടിക്ക് റേബീസ് ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷേ എന്നിരുന്നാലും ഈ 4ാമത്തെ ഡോസും നമ്മൾ കൃത്യമായി എടുത്ത് തീർക്കണം. കാര്യം കുഞ്ഞുങ്ങളാണ്. ഇനിയും ഇതുപോലെയുള്ള പട്ടിയുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് നാൾ അവർ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തീർത്താലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഈ ഒരു പട്ടി കടിക്കുകയോ പൂച്ചമാന്തോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഈ കുഞ്ഞിന് ഇതിനായിട്ടുള്ള പ്രതിരോധ ശക്തി ഓൾറെഡി അല്ലെങ്കിൽ ഉണ്ടാകും. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ ബൂസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ഡോസ് പിന്നീട് മതിയാവും. ഇത്രയും കുത്തിവയ്പ്പൊന്നും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കുഞ്ഞിൻ്റെ കുത്തിവയ്പ്പ് കൃത്യമായിട്ട് തന്നെ തീർക്കണം. നന്നായിട്ട് നോക്കി കുഞ്ഞിനെ എന്നുള്ളത് വളരെ സന്തോഷം. പട്ടിയുടെ കാര്യത്തിലും പട്ടി കുത്തിവെച്ചാണോ? ആ പട്ടി അറിയോ? പട്ടിയെ കുത്തിവെച്ചാന്ന് അറിയാൻ വയ്യില്ല. അതിലത്തെ വീട്ടിലെ പട്ടിയില്ല. എന്തായാലും ഞാൻ ദിവസം നിരീക്ഷിക്കുന്നുണ്ട് പട്ടിയെ. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പട്ടി കുത്തിവെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു 10 ദിവസം നിരീക്ഷണത്തിനിടയിൽ പട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ പട്ടിയെ കൃത്യമായിട്ട് ഒരു അടുത്തുള്ള വെറ്ററിനറി ആശുപത്രി കൊണ്ടുപോയിട്ട് കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അതിന് വേണ്ട കുത്തിവെപ്പ് കൊടുക്കണം. ഈ പട്ടിയെ കുത്തിവെപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 2 ഡോസാണ് കൊടുക്കുന്നത് 1 മാസം ഇടവേള. പക്ഷേ എല്ലാ വർഷവും ഇതിന് കുത്തിവെപ്പ് കൊടുക്കണം. അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി വേണം ആരായാലും പട്ടിയെ
വളർത്താനായിട്ട്. അത് ലൈസൻസ് ഉള്ള പട്ടിയാണോ, ലൈസൻസ് ഇല്ലെങ്കിൽ ലൈസൻസ് എടുപ്പിക്കാനുള്ള നിർദ്ദേശം കൂടെ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുക. അവരത് ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം സംശയം മാറിയോ? ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചാവക്കാട് നിന്ന് നാസറാണ്. നാസർ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കറിയേണ്ടത് എന്താ വെച്ചാലേ, പട്ടികൾക്ക് ഇങ്ങനെ പേ വരണം എന്നുള്ളതാണ്. പട്ടികൾക്ക് എങ്ങനെയാണ് പേ വരണം എന്നുള്ളത്? എങ്ങനെയാ പേ വരുന്നതെന്നോ? ഈ പട്ടികൾക്ക് അസുഖം വരണമെന്നാണ് എനിക്കറിയേണ്ടത്. ഇങ്ങനെയാ പട്ടിക്ക് പേ പിടിക്കുന്നതെന്നല്ലേ? ഏത് മൃഗത്തിനായാലും ഈ പേ ഉള്ള ഒരു മൃഗവുമായിട്ടുള്ള സമ്പർക്കത്തിൽ കൂടെ കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം സപ്പോസ് നാസറിനൊരു പട്ടി ഉണ്ടെന്ന് വെച്ചോ, ആ പട്ടിയെ ഏതെങ്കിലും മറ്റ് ഈ രോഗാണു വാഹകരായ മറ്റ് മൃഗങ്ങൾ ഏതെങ്കിലും കടിക്കുകയോ മാന്തുവോ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മുനീര് ഇതിൻ്റെ മുറിവുള്ളിൽ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് വഴിയേ ഒരു പട്ടിക്ക് ഈ വൈറസ് ശരീരത്തിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് സംശയം മാറിയോ? ശരി ഡോക്ടർ, ആ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യത്തിനോട് ചേർത്ത് തന്നെ ചോദിക്കുകയാണ്. ഏതെല്ലാം രീതിയിലൂടെയാണ് ഈ പേ വിഷബാധ ഏൽക്കുക? നേരത്തെ ഈ വളർത്തുമൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ? അപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ എടുത്തു പറയാം. ഈ വൈറസ് രോഗാണു വാഹകരായിട്ടുള്ള മൃഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന മാമൽസ് ആണ്, അതായത് ഈ വാം ബ്ലഡഡ് അനിമൽസ്, സസ്തനികൾ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ, അവർക്കാണ് ഈ രോഗാണു ഉണ്ടാകാനുള്ള സാധ്യത. ഈ രോഗാണു അതിലിപ്പോൾ നാസർ ചോദിച്ച പോലെ കിട്ടുന്നത് ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉറവിടം ഉണ്ടാവും. അല്ലാതെ ഇപ്പം ഈ ഒരു വൈറസ് നമുക്ക് വായുവിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഒന്നും വരുന്നതല്ല. അപ്പം ഒരു രോഗാണുവാഹകരായ ഒരു മൃഗത്തിൻ്റെ കടിയേൽക്കുമ്പോഴോ അല്ലെങ്കിൽ മാന്തേൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഉമിനീര് നമ്മളെ മുറിവിൽ ഏതിലെങ്കിലും പറ്റുമ്പോഴോ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് കയറിക്കൂടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പം ഈ പറഞ്ഞ കണക്ക് ചിലരുടെ സംശയമാണ്, ഈ പൂച്ചയൊക്കെ കടിക്കുമ്പോൾ അല്ലെ പൂച്ച മാന്തുമ്പോൾ ഇപ്പം നമുക്ക് പൂച്ചയുടെ നഖം ആണ് കൊള്ളുന്നത്. അപ്പം നഖത്തിൽ ഉമിനീരുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മൾ പൂച്ച മാന്തിയാൽ വാക്സിൻ എടുക്കണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം ഈ പൂച്ചയുടെ കേസിലാണെങ്കിൽ ഈ പൂച്ച കൂടെ ഈ നഖം നക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മൃഗമാണ്. അതുകൊണ്ട് നഖത്തിൽ ഉമിനീരുണ്ടാകാൻ സാധ്യതയുണ്ട്. പൂച്ച മാന്തിയാലും നമ്മൾ കുത്തിവെപ്പ് എടുക്കേണ്ടതാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രി, കൊല്ലം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു കേസ് വന്നിരുന്നു. ഈ മുള്ളംപന്നിയുടെ ഈ മുള്ളില്ലേ അത് കുത്തിയിട്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ പേവിഷബാധയ്ക്കെതിരെ കുത്തിവെപ്പ് എടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഇങ്ങനെയുള്ള അപൂർവം ചില കേസിൽ എനിക്കൊന്ന് ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഏത് സാഹചര്യത്തിലാണ് കടിച്ചത് എന്നൊക്കെ ഉള്ള അനുസരിച്ച് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കും. പിന്നെ ഒരു സാധാരണ വരുന്ന ഒരു കാര്യം, എലി കടിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതും എലി സാധാരണഗതിയിൽ പേവിഷബാധ ഉണ്ടാക്കുന്ന ഒരു മൃഗമല്ല. പക്ഷേങ്കിൽ നമ്മുടെ ഈ എലി എവിടെ നിന്നാണ് കടി കിട്ടിയത്? ഇപ്പോൾ വീട്ടിനകത്തുള്ള ചെറിയ ചുണ്ടലിയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ കുത്തിവെപ്പ് കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ പെരിച്ചാഴി അല്ലെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫ് ഫോറസ്റ്റിൽ കാട്ടിൻ്റെ അവിടെ ആ ഭാഗത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ വെച്ച് കടിച്ചാണ് പെരിച്ചാഴി എന്ന് സംശയമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമ്മൾ വാക്സിൻ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് മൃഗം ഏതെന്ന് ഞാൻ എടുത്തു പറയാത്തതിൻ്റെ കാരണം, ഇനി ഏത് മൃഗം കഴിച്ചാലും നിങ്ങളൊന്ന് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളത് കൊണ്ടാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ബാലരാമപുരത്ത് നിന്ന് അനിൽകുമാറാണ്. അനിൽകുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോ. ഹലോ, കേക്കാമോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോ, സംശയം എന്താണ്? നമസ്കാരം മാഡം. എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ ബാലരാമപുരത്താണ് താമസിക്കുന്നത്. ഞാനൊരു അനിമൽ വിത്ത് സ്നേക്ക് റെസ്ക്യൂർ ആണ്. കേൾക്കുന്നുണ്ട് മാഡം? അനിമൽ റെസ്ക്യൂർ ആണോ? നല്ലത്. ഓക്കെ. എനിക്ക് അടുത്തിടെ പേരൂർക്കട എന്ന സ്ഥലത്ത് ഒരു വീട്ടിലൊരു മരപ്പെട്ടി വീട്ടിനകത്ത് കയറിയാണ്. അപ്പൊ അതിന് റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ കടിയേറ്റു. മരപ്പെട്ടിയാണ്. അപ്പൊ ഞാൻ അത് അന്ന് തന്നെ പോയി തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ പോയി അതിന്റെ വാക്സിൻ എടുത്തു. അപ്പൊ ഈ കൈ കടി കിട്ടിയ വിരലില് നേരത്തെ പാമ്പിന്റെ കടി കിട്ടിയ വിരലാണ്. അപ്പൊ അത് ചെറിയ പ്രശ്നമുള്ള വിരലാണ്.
അപ്പൊ അതൊന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ ഈ മുറിവിന് ചുറ്റും എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ എനിക്ക് ഇതുപോലെ പറ്റിയപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ ഫോട്ടോ ആശുപത്രി ഞാൻ ചെന്നപ്പോ അവര് വാക്സിൻ എടുത്തിട്ട് വിട്ടു. പക്ഷെ ഈ മുറിവിന് ചുറ്റുമുള്ള ഇഞ്ചക്ഷൻ എടുത്തില്ല. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നമ്മളെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് ആണ് പോവേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം വേറെ ഒന്നും വേണ്ടിയില്ല. പിന്നെ ഞാൻ പോയി വാക്സിൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് 10-ാം തീയതിയാണ്. ഇനി എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് രക്തം വരുമ്പോ പ്രശ്നം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേഡം ഞാൻ വിളിച്ചത്. അനില് പിന്നെ നല്ല കാര്യം ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അനില് നേരത്തെ ഒരിക്കല് ഈ പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? നേരത്തെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ റെസ്ക്യൂ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പല പ്രാവശ്യം ഈ മരപ്പട്ടിയുടെ കടി ആറ്റിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഓൾറെഡി നമുക്ക് എന്താണ് പ്രതിരോധ ശക്തി നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ കുത്തിവെക്കുന്നത് ഇതിനെ നമ്മൾ റീ എക്സ്പോഷർ എന്നാണ് പറയുന്നത്. അതായത് ഒരിക്കൽ നമ്മൾ കടിയേറ്റു, നമ്മൾ പോയി കുത്തിവെപ്പെല്ലാം എടുത്തു. ഇപ്പൊ പിന്നീട് വരുന്ന ഒരു അവസരത്തിൽ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കുത്തിവെപ്പ് ഫുള്ള് വേണ്ട. ഇപ്പം നമുക്ക് ഒരു കയ്യിൽ 2 ഡോസ് കുത്തിവെപ്പ് മതി, 0-ഉം 3-ഉം മാത്രം മതിയാവും. അപ്പോൾ എത്ര എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ അവിടുത്തെ ഡോക്ടർ നേരത്തെ റെക്കോർഡൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ചില സന്ദർഭത്തിൽ ചിലപ്പോൾ അവർ മൊത്തവും തന്നു കാണും. അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? എത്ര ഡോസ് എടുത്തു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ നേരത്തെ എടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകളൊക്കെ അനിലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? അതിന്റെ രേഖകളൊക്കെ ഉണ്ടായിരുന്നോ അനിലിന്റെ കയ്യിൽ? എന്റെ രേഖ ഇങ്ങനെ ഇതായിട്ട് ഇപ്പൊ നടക്കുന്ന ഒരാളാണ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ രേഖ കണ്ട് വീട്ടിൽ എവിടെയോ ഉണ്ട്, എവിടെയാണെന്ന് നോക്കി. അപ്പൊ അതൊന്ന് എടുത്ത് വെക്കണം. കാര്യം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എടുത്തു എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു 2 ഡോസ് മാത്രം മതി. 0 ഇന്ന് എടുക്കുന്നെങ്കിൽ 2ാമതൊരു ഡോസ്, 3ാമത്തെ ഇത് മാത്രം. അപ്പൊ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ അതായത് മുറിവിന് ചുറ്റും ഉള്ള മരുന്ന് പിന്നീട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് അനിലിന് വേണ്ട എന്ന് അല്ലെങ്കിൽ ജനറൽ ആശുപത്രി പോയി ചോദിച്ചെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായി ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കും സത്യത്തിൽ പറഞ്ഞാൽ പുള്ളി ഇത് ഏത് മരുന്നാ എടുക്കുന്നതെന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി അനിൽ ചെയ്യാനുള്ളത് ഈ എടുത്ത കുത്തിവെപ്പിന്റെ കൃത്യമായിട്ടുള്ള രേഖ ശേഖരിച്ച് അപ്പോൾ സൂക്ഷിച്ച് തന്നെ വെക്കുക. കാര്യം ഇനി എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ആളാവുമ്പോ ഇനിയും എന്താണ് നമുക്ക് സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം നമുക്ക് ഇത്രയും ഫുള്ള് ഡോസ് എടുക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് കുത്തിവെപ്പിന്റെ എണ്ണം കുറയ്ക്കാം. 2 ഡോസ് മതിയാകും. അപ്പൊ അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് അവസരത്തിൽ നമ്മൾ സാധാരണ ഏതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ പിന്നെ 2ാമത് കൊടുക്കാറില്ല. അപ്പൊ സംശയം മാറിയോ? സമാധാനമായോ? അപ്പൊ ഈ ഒരു അവസരത്തോട് ചേർത്ത് കരുതുന്നു. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ എന്ന സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ സീനിയ ടി നുജുമാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.